സ്ത്രീകൾ എപ്പോഴും മൗനമായിട്ട് നിൽക്കുക, മുന്നിലേക്ക് വരരുത് എന്നുള്ളൊരു സംസ്കാരം നമുക്ക് പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വേർഷനല്ലേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുറെ കൂടി സ്ത്രീകൾ കുറെ മുന്നോട്ട് വരുന്നുണ്ട്. അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു കണ്ടീഷനിങ്ങിന്റെ അകത്ത് കിടന്ന് കുരുങ്ങുന്നവർ ധാരാളം ആൾക്കാരാണ്. എന്റെ അടുത്ത് വന്നിട്ടുള്ള ക്ലയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, അവർക്കൊന്നും ഇപ്പോഴും അത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം അവർക്കുള്ളത്. പക്ഷെ അവരെന്തുകൊണ്ടോ ഇതെന്റെ വിധിയാണ്, ഞാനിത് സഹിക്കണം എന്നുള്ള അർത്ഥത്തിൽ, അതും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കും, അതും അല്ലെങ്കിൽ എന്റെ പേരൻസ് എന്നെ എത്ര കഷ്ടപ്പെട്ടാണ് കല്യാണം കഴിപ്പിച്ചത്, നീ ഇത് സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചില സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് അവരിപ്പോഴും അത് തുറന്നു പറയാതെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നടക്കുന്നത്.